ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എന്നാൽ നമ്മളിൽ പലർക്കും എപ്പോഴും ഒരു തലവേദനയായി മാറുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്: പണം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിധ സ്ട്രെസ്സും ഇല്ലാതെ, നിങ്ങൾ രാപ്പകൽ കഷ്ടപ്പെടാതെ, നിങ്ങളുടെ സമാധാനം ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ പണം ഒരു നദി പോലെ നിങ്ങളിലേക്ക് ഒഴുകി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? കേൾക്കുമ്പോൾ അതിശയം തോന്നാം അല്ലേ? അതെങ്ങനെ ശരിയാവും? കാശുണ്ടാക്കാൻ കഷ്ടപ്പെടണം എന്നായിരിക്കും പലരുടെയും മനസ്സിൽ ഇപ്പോൾ. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതെ, അത് സാധ്യമാണ്. ഇന്ന് നമ്മൾ മണി മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂടെ ഈ വീഡിയോയുടെ അവസാനം 48 മണിക്കൂർ നീളുന്ന ഒരു കിടിലൻ മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. നമ്മുടെ സമൂഹത്തിൽ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്: വലിയ പണക്കാരുടെ കുടുംബത്തിൽ ജനിച്ചാൽ മാത്രമേ നമുക്കും ജീവിതത്തിൽ നല്ല രീതിയിൽ സമ്പാദിക്കാൻ കഴിയുമെന്ന്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതൊരു പച്ചക്കള്ളമാണ്. നിങ്ങളൊരു സാധാരണ കുടുംബത്തിലോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു ചുറ്റുപാടിലോ ആകാം ജനിച്ചു വളർന്നത്. പക്ഷേ അത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ആ പഴയ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു ഇന്ധനമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ തീ എത്രത്തോളം ശക്തമാണോ അത്രയും വേഗത്തിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. തീയിലേക്ക് നെയ്യ് ഒഴിക്കുന്ന പോലെയാണ് ആ പഴയ കഷ്ടപ്പാടുകളുടെ ഓർമ്മകൾ. അത് നിങ്ങളെ കൂടുതൽ എനർജറ്റിക് ആക്കും. പലരുടെയും വിചാരം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പണം ലഭിക്കൂ എന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊടും വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ, അവരായിരിക്കണമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ. പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നേ. അപ്പോൾ എവിടെയാണ് പ്രശ്നം? പ്രശ്നം നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളിലും വിശ്വാസങ്ങളിലുമാണ്. നിങ്ങളുടെ ആന്തരിക ലോകത്തെ മാറ്റിയെടുക്കുക എന്നതൊരു യഥാർത്ഥ സ്പിരിച്വൽ അവേക്കനിങ് ആണ്. ശരിയായ അറിവില്ലാതെ നിങ്ങൾ പല വിധത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും ചെയ്ത് സമയം കളയുകയാകും. രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് ചികിത്സിക്കാൻ പറ്റൂ. അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ എന്താണെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. വെറും ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമല്ല, ശരിയായ അലൈൻമെന്റിലൂടെയാണ് പണം വരുന്നത്. അപ്പോൾ എന്താണ് ഈ അലൈൻമെന്റ്? അത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ കർമ്മയും തമ്മിലുള്ളൊരു ബാലൻസ് ആണ്. ഇതിനായി ഞാൻ പറയുന്നൊരു രീതിയാണ് ന്യൂറോ സ്പിരിച്വൽ മെത്തേഡ്. അതായത് ന്യൂറോ സയൻസിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും ഒരു കിടിലൻ കോമ്പിനേഷൻ. പണം എന്നത് വെറൊരു കടലാസല്ല, അതൊരു എനർജിയാണ്. നമ്മളെപ്പോഴും പണത്തിന് പിറകെ ഓടുകയല്ല വേണ്ടത്, മറിച്ച് റിലാക്സ് ചെയ്ത് നല്ലൊരു വൈബ്രേഷനിൽ നമ്മളെത്തണം. സമാധാനത്തോടെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കിട്ടുന്നൊരു ശാന്തതയില്ലേ, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ പണത്തെ ആകർഷിക്കണം. അല്ലാതെ കാശിന് പിന്നാലെ ഓടി ബേൺഔട്ട് ആകരുത്. ഇതൊന്ന് മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഞാൻ ഒന്നിനും പുറകെ ഓടാറില്ല. ഞാൻ എനിക്ക് വേണ്ടതിനെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി കൂടുമ്പോൾ തന്നെ താനെ പണം വരുന്ന വഴികളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് തിരിയും. നമ്മുടെ ജീവിതത്തിൻ്റെ 95% നിയന്ത്രിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നിങ്ങൾക്ക് പണത്തെക്കുറിച്ച് എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫാണ് ഉള്ളത്? പണം സമ്പാദിക്കാൻ വലിയ പാടാണ്, പണക്കാർക്കൊന്നും സമാധാനമില്ല, എനിക്കതിനുള്ള ബുദ്ധിയില്ല എന്നൊക്കെയുള്ള ചിന്തകളാണോ? അല്ലെങ്കിൽ വിജയിക്കാനുള്ള പേടിയാണോ? എങ്കിൽ അത് ആദ്യം മാറ്റിയെടുക്കണം. നമ്മുടെ തലച്ചോറിൽ RAS, അതായത് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊരു സംവിധാനമുണ്ട്. നമ്മൾ എന്തിനാണോ ശക്തമായി വിശ്വസിക്കുന്നത് അത് മാത്രമേ ഈ സിസ്റ്റം നമുക്ക് കാണിച്ചു തരുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഉള്ളിൽ പണം ഇല്ല, ദാരിദ്ര്യമാണ് എന്ന ചിന്തയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് പുതിയ അവസരങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. എന്നാൽ ഈ ലോകത്ത് സമൃദ്ധി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പണം സമ്പാദിക്കാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എപ്പോഴും ശരിവെക്കാൻ മാത്രമേ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതി മാറ്റുക എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് തരാം. കേവലം 48 മണിക്കൂർ നീളുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണേ. ഇതിന് തയ്യാറുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്:
നിങ്ങളുടെ പേഴ്സിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ ഒരു 100 രൂപയുടെ നോട്ട് എപ്പോഴും സൂക്ഷിക്കുക. ആ നോട്ട് പോക്കറ്റിൽ വെക്കുമ്പോൾ തികഞ്ഞ സന്തോഷത്തോടെ ഇങ്ങനെ പറയുക, താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. അതുപോലെ വളരെ എളുപ്പത്തിൽ പണം എന്നിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. ഇനി ഈ 48 മണിക്കൂറിനുള്ളിൽ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങൾ കാശ് കണ്ടാലും അത് എത്ര ചെറിയ തുകയാണെങ്കിലും അസൂയപ്പെടുന്നതിന് പകരം ഉള്ളിൽ ഈ പോസിറ്റീവ് എനർജിയോടെ പറയണം, താങ്ക് യു, എൻ്റെ കയ്യിലും പണമുണ്ട്, എനിക്കും വളരെ എളുപ്പത്തിൽ പണം ലഭിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളുടെ പോക്കറ്റിലോ നിങ്ങളുടെ പേഴ്സിലോ 100 രൂപയുടെ ഒരു നോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ ഡിജിറ്റൽ മണി ഉപയോഗിക്കുന്നതാണെങ്കിലും ഈ ചലഞ്ചിനായിട്ടൊരു നോട്ട് കയ്യിൽ കരുതുന്നത് നല്ലതാണേ. ആ നോട്ട് കയ്യിൽ വെക്കുമ്പോൾ മനസ്സിൽ പറയുക, നന്ദി, എൻ്റെ കയ്യിൽ പണമുണ്ട്, പണം വളരെ എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു. അടുത്ത 48 മണിക്കൂർ നേരം വഴിയിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിലോ ഒരു ചെറിയ നാണയമോ നോട്ടോ കണ്ടാൽ പോലും മനസ്സിൽ പറയുക, നന്ദി, എൻ്റെ കയ്യിൽ പണമുണ്ട്, പണം വളരെ എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു. നിങ്ങളുടെ കയ്യിൽ ആ 100 രൂപ ഉള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്നത് കള്ളമല്ല. മറ്റുള്ളവരുടെ കയ്യിലെ പണം കാണുമ്പോൾ അസൂയപ്പെടാതെ പ്രപഞ്ചത്തിലെ പണത്തിൻ്റെ സാന്നിധ്യത്തെ നന്ദിയോടെ സ്മരിക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ദാരിദ്ര്യ ചിന്തയെ മാറ്റി സമൃദ്ധിയുടെ ചിന്തകൾ നിറയ്ക്കുകയും ചെയ്യും. ചില ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ, എനിക്ക് പണത്തിന് ആവശ്യമുള്ളപ്പോൾ എവിടുന്നെങ്കിലും അത് കൃത്യമായി എൻ്റെ കയ്യിലെത്തുമെന്ന്. അങ്ങനെയുള്ളവർക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറേ ഇല്ല. ആ വിശ്വാസം കാരണം അങ്ങനെ പറയുന്നവർക്ക് ആ പണം എവിടുന്നെങ്കിലുമൊക്കെ കിട്ടും. അതുകൊണ്ട് ഈ 48 മണിക്കൂർ ചലഞ്ച് എല്ലാവരും ചെയ്തു നോക്കുക. റിസൾട്ട് എന്തായാലും വന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ പണം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതില്ലാത്തത് നിങ്ങളുടെ ചിന്തകളിൽ മാത്രമാണ്. പഴയ ആ കഷ്ടപ്പാടിൻ്റെ കഥ മാറ്റി എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥ മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.